നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റാഗിംഗ് കേസ് ഗൗരവമായാണ് കാണുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ്. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും, ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കും. കോട്ടയം ജില്ലാ പഞ്ചായത്തിന് പുതിയ സാരഥി. ഹേമലത പ്രേംസാഗർ പ്രസിഡന്റ്. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകുമെന്ന് ഹേമലത പ്രേംസാഗർ. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭ. വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ. കർഷകരെയും കൃഷിയെയും രക്ഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം. പേവിഷ വിമുക്ത കേരളം പദ്ധതി കോട്ടയത്തേക്കും വെള്ളിയാഴ്ച ഉദ്ഘാടനം. വാർത്തകൾ വിശദമായി. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റാഗിംഗ് സംഭവം ഗൗരവമായാണ് കാണുന്നതെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് പറഞ്ഞു. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും, ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്നും SP മാധ്യമങ്ങളോട് പറഞ്ഞു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് ഗൗരവമായാണ് കാണുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് പറഞ്ഞു. റാഗിംഗിൽ കൂടുതൽ ഇരകൾ ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്നും വാർഡന്റെയും പ്രിൻസിപ്പലിന്റെയും മൊഴി രേഖപ്പെടുത്തുമെന്നും SP മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നീട് ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം രാഘവൻ കമ്മിറ്റി റിഫോംസ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുണ്ട്. രാഘവൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. പിന്നെ UGCയുടെ റെഗുലേഷൻ ഉണ്ട് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട്, അതും കൃത്യമായിട്ട് പരിശോധിച്ച് ബാക്കി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, വാർഡന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും. പിന്നീട് ഈ വീഡിയോ ദൃശ്യം ഏത് മൊബൈൽ ഫോണിലാണ് പകർത്തിയത്, അതിന്റെ ഒറിജിൻ, ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും. പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന 5 പേരുടെയും ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. റാഗിംഗ് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന ഉറവിടം പരിശോധിക്കുമെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുമെന്നും SP പറഞ്ഞു. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്ത 5 സീനിയർ വിദ്യാർത്ഥികൾ ഇപ്പോൾ റിമാൻഡിലാണ്. മൂന്നിലവ് കീരിപ്ലാക്കൽ സാമുവൽ, വയനാട് നടവയൽ ജീവ, മലപ്പുറം മഞ്ചേരി കീച്ചേരിപ്പടി വീട്ടിൽ റിജിൽജിത്ത്, വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ്, കോരത്തോട് നെടുങ്ങാട് വിവേക് എന്നീ 5 വിദ്യാർത്ഥികളെയാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തോളമായി ഇവർ ജൂനിയർ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിയിൽ ക്രൂരമായി റാഗ് ചെയ്യുകയായിരുന്നു. നഗ്നരാക്കി കട്ടിലിൽ കെട്ടിയിട്ട ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽസ് കയറ്റിയിട്ടും ശരീരമാസകലം കോമ്പസിന് വരഞ്ഞുമായിരുന്നു ക്രൂരതയുടെ ദൃശ്യങ്ങൾ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി ഹേമലത പ്രേംസാഗർ. കങ്ങഴ ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ്. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് KV ബിന്ദു രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഹേമലത പ്രേംസാഗർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകുമെന്ന് അവർ പറഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഹേമലത പ്രേംസാഗറിനെ തെരഞ്ഞെടുത്തു. കങ്ങഴ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. 2003-2005 കാലയളവിൽ വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2005 മുതൽ 2010 വരെ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും 2.5 വർഷം വൈസ് പ്രസിഡന്റുമായിരുന്നു. 2005 കാലത്ത് വെള്ളാവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, 2005 കാലത്ത് വെള്ളാവൂർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിലവിൽ വെള്ളാവൂർ സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമാണ്. കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KV ബിന്ദു സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ വരണാധികാരിയായി. സ്ത്രീ ശാക്തീകരണത്തിനും ബോധവൽക്കരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പറഞ്ഞു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. സമീപകാലത്തുണ്ടായ പല തട്ടിപ്പ് കേസുകളിലും ഇരയാക്കപ്പെട്ടവർ സ്ത്രീകളാണ്. അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പെടാതിരിക്കാൻ ബോധവൽക്കരിക്കുകയും നിയമസഹായം നൽകുകയും ചെയ്യും. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ അവസരത്തിൽ കോട്ടയം ജില്ലയുടെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 4 വർഷക്കാലമായി തുടങ്ങിവെച്ച ധാരാളം പദ്ധതികളുണ്ട്. അത് പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. പിന്നെ ഒരു വനിതാ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിൽ സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു തട്ടിപ്പിനിരയായ ധാരാളം സ്ത്രീകൾ അതുപോലുള്ള അബദ്ധത്തിൽ പെടാതിരിക്കുന്നതിന് കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് ബോധവൽക്കരണം കൊടുക്കുകയും
അതിനുവേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും മുൻതൂക്കം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അവർ പറഞ്ഞു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ അനുമോദന യോഗം ചേർന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വനം മന്ത്രി AK ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ സർക്കാരിനും വനം വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഇരുവരും ഉന്നയിച്ചത്. പാറത്തോട്ടിൽ നടന്ന ഇൻഫാം സംസ്ഥാന അസംബ്ലിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇവർ. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സീറോ മലബാർ സഭ നേതൃത്വം. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ സർക്കാരിനും വനംവകുപ്പിനും എതിരെ രൂക്ഷ വിമർശനമാണ് ഇൻഫാം ദേശീയ രക്ഷാധികാരിയും താമരശ്ശേരി ബിഷപ്പുമായ റെമീജിയോസ് ഇഞ്ചനാനിയിലും കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് ജോസ് പുളിക്കലും ഉന്നയിച്ചത്. വന്യജീവി ആക്രമണത്തിനെതിരെ വനമന്ത്രി നടത്തിയ പരാമർശത്തിന്റെ കൂടെ പിൻബലത്തിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം. വനമന്ത്രി രാജിവെക്കണമെന്ന് ഇരു ബിഷപ്പുമാരും ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്നും താമരശ്ശേരി ബിഷപ്പ് ചോദിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് അവരുടെ ആക്രമണം തടയാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും വനപാലകർക്കുള്ളതാണ്. പകരം കർഷകരെ ആക്രമിക്കുന്ന സമീപനമാണ് വനപാലകർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വനമന്ത്രി രാജിവെക്കുകയും ഒരു ധാർമ്മികമായിട്ട് അദ്ദേഹം ഉത്തരം പറയുകയും ചെയ്യണം എന്നാണ് നമ്മുടെ ഇൻഫാമിൻ്റെ ആവശ്യം. ശക്തമായ പ്രക്ഷോഭമായിട്ട് നമുക്ക് വരുന്ന ആളുകളിൽ ശക്തമായ പ്രക്ഷോഭമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം. ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ടോ എന്നറിയണം. ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ടോ എന്നറിയണം. ഇതാണ് നമ്മുടെ ആവശ്യം. വന്യജീവി ആക്രമണത്തിൽ ആളുകൾ അടിക്കടി കൊല്ലപ്പെടുമ്പോൾ സർക്കാരും വനം വകുപ്പും എവിടെ പോയി എന്ന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൻ പറഞ്ഞു. നാട്ടിലെ ജനങ്ങളെപ്പറ്റി ആർക്കും വ്യാകുലതയില്ല. വന്യജീവി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരും ബന്ധപ്പെട്ടവരും ഏറ്റെടുക്കണം. നഷ്ടപരിഹാരത്തുക നൽകിയാൽ തീരുന്നതല്ല പ്രശ്നങ്ങൾ. ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരെയും കൃഷിയെയും രക്ഷിക്കാൻ വനവകുപ്പും കൃഷിവകുപ്പും ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട വ്യക്തികളും സർക്കാരുകളും ഏറ്റെടുക്കണം. ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മാത്രം പോലെ ഉത്തരം പറയുകയും കൂടി ചെയ്യണം. കാരണം ഇവിടെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ ജീവന് വിലയായിട്ട് കുറച്ച് തുക കൊടുത്തു കഴിഞ്ഞാൽ തീരുന്നതാണോ? ഈ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തത് കൊണ്ട് തീരുന്നതാണോ ഈ പ്രശ്നം? അത് ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും നിസ്സാരമായ രീതിയിലുള്ള ഗൗരവമായിട്ട് ഏറ്റെടുക്കണം. അത് മാത്രം പോരാ, ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ അടിയന്തരമായ നടപടികൾ ഉണ്ടാവണം. അത് സാധിക്കില്ലെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കണം ബന്ധപ്പെട്ടവർ. തീർച്ചയായിട്ടും വനം വകുപ്പ് മന്ത്രിക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. എന്തെല്ലാം നീതീകരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനൊന്നും നീതീകരിക്കപ്പെടാവുന്ന കാര്യമല്ലത്. ജീവന്റെ പ്രശ്നമാണിത്. മാത്രമല്ല, ഇവിടെ ഒരു വനം വകുപ്പ് മാത്രമല്ല, കൃഷി വകുപ്പുമുണ്ട്. അപ്പൊ കൃഷി വകുപ്പിന് ഉത്തരവാദിത്വമില്ലേ കർഷകരെ സംരക്ഷിക്കാനായിട്ട്? വനം വകുപ്പ് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ കൃഷി വകുപ്പ് കർഷകരെ സംരക്ഷിക്കേണ്ട വകുപ്പ് കൂടിയല്ലേ എന്ന കാര്യവും ആദരണീയനായ മന്ത്രി ഈ സമയത്ത് തിരിച്ചറിയേണ്ടതാണ്. ഇൻഫാം അല്ലാതെയും ഈ പ്രശ്നങ്ങളെ നേരിടുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പേവിഷവിമുക്ത കേരളം പദ്ധതി കോട്ടയത്തേക്കും വ്യാപിപ്പിക്കുന്നു. ഫെബ്രുവരി 14 കോട്ടയത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പേവിഷ വിമുക്ത കേരളം പദ്ധതി ഈ മാസം 14 കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തെരുവ് നായ്ക്കൾക്കും വളർത്തു നായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകുക, പേവിഷബാധയുടെ നിരീക്ഷണത്തിനും പ്രതിരോധത്തിനുമായി പരിശീലനം ലഭിച്ചവരെ വിന്യസിക്കുക, വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമുള്ള അവബോധ പരിപാടികളിലൂടെ ഉത്തരവാദിത്തമുള്ള നായ വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക, നായ്ക്കളുടെ കടിയേറ്റവർക്കുള്ള കൗൺസിലിംഗും ചികിത്സാ സഹായങ്ങളും ഉറപ്പുവരുത്തുക എന്നിവയാണ് പേവിഷ വിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നതെന്ന് നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം 14-ാം തീയതി ബഹുമാനിയായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് ചിഞ്ചുറാണി മിനിസ്റ്ററുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ സർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ പ്രയോജനം കോട്ടയം നിവാസികൾക്ക് വളരെയധികം പ്രയോജനപ്രദമായി തീരട്ടെ. അതോടൊപ്പം തന്നെ ഈ പദ്ധതി വൻ വിജയകരമായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PK മനോജ് കുമാർ, ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ KR സജീവ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
തിരുവപ്പള്ളി സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് പൊൻകുന്നം. ഗുണമേന്മയുള്ള തടികൾ വാങ്ങുവാൻ തടികൾ ഉരുളായും ഉരുപ്പടിയായും വിൽക്കുന്നു. നിങ്ങളുടെ വീടിന്റെ നിർമ്മാണത്തിനും ഫർണിച്ചറുകൾ പണിയുന്നതിനും ആവശ്യമായ ഗുണനിലവാരമുള്ള തടികൾ, തേക്ക്, ആഞ്ഞിലി, പ്ലാവ്, മഹാഗണി തടികൾ, കൂടാതെ ഇറക്കുമതി ചെയ്ത തടികളും 24 മണിക്കൂറും ക്രെയിൻ സർവീസ്. തിരുവപ്പള്ളി സോമിൽ, നരിയനാനി, കൊപ്രാക്കളം, പൊൻകുന്നം. ഫോൺ 9447324179, 8921620928, 7306405536. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം 4 ദിവസം പിന്നിട്ടു. വ്യാഴാഴ്ച പകൽ ഉത്സവബലി തൊഴാൻ ഭക്തരുടെ നീണ്ട നിര തന്നെ കാണപ്പെട്ടു. നാടിനെ പഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ മുഖരിതമാക്കി ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം 4 ദിവസം പിന്നിട്ടു. അഭീഷ്ടവരദായകനും ദേശാധിപനുമായ ശ്രീ മഹാദേവനെ ഉത്സവ ദിനങ്ങളിൽ കണ്ടു വണങ്ങുന്നതിനും അനുഗ്രഹം തേടുന്നതിനുമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തരാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ എത്തുന്നത്. വ്യാഴാഴ്ച രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉത്സവബലിയും ദർശനവും നടന്നു. ഉത്സവബലി തൊഴാൻ ഭക്തരുടെ നീണ്ട നിര തന്നെ ക്ഷേത്രത്തിൽ കാണപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് അരങ്ങേറിയ പ്രണവം സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസിന്റെ നൃത്തസന്ധ്യ ആസ്വാദക മനം കീഴടക്കി. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU കാഞ്ഞിരപ്പള്ളി ഏരിയ കൺവെൻഷൻ നടന്നു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU ഏരിയ കൺവെൻഷൻ കാഞ്ഞിരപ്പള്ളിയിൽ നടന്നു. ഏരിയ കമ്മിറ്റി ഓഫീസായ സീതാറാം യെച്ചൂരി ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജു എബ്രഹാം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി, എരുമേലി പഞ്ചായത്തുകളിൽ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് സ്റ്റാൻഡുകളും സ്റ്റാൻഡ് പെർമിറ്റും നടപ്പിലാക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മോട്ടോർ മേഖല നേരിടുന്ന നിരവധി പ്രതിസന്ധികളിൽ ആ പ്രതിസന്ധികളെ അഡ്രസ് ചെയ്യുന്നത് നമ്മുടെ സംഘടന മാത്രമാണ്. ക്ഷേമനിധിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. ക്ഷേമനിധി തൊഴിലാളികൾക്ക് ഏറ്റവും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അപകടത്തിൽപ്പെടുന്നവർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, പഠിക്കുന്ന മക്കൾക്ക് സ്കോളർഷിപ്പുകൾ, എന്തിന് ലാപ്ടോപ്പ് വരെ സൗജന്യമായി കൊടുക്കുകയാണ് ക്ഷേമനിധി അംഗങ്ങളുടെ കുടുംബത്തിലെ കുട്ടികൾക്ക്. അങ്ങനെ പ്രവർത്തിക്കുന്ന മറ്റൊരു ക്ഷേമനിധി ഇല്ല. ഈ മോട്ടോർ ക്ഷേമനിധിയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത്. ഏരിയ സെക്രട്ടറി KS ഷാനവാസ്, പ്രസിഡന്റ് MG രാജു, സംസ്ഥാന കമ്മിറ്റി അംഗം KG ബാബുക്കുട്ടൻ, CITU ഏരിയ സെക്രട്ടറി PK നസീർ, CITU ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VP ഇസ്മയിൽ, അജാസ് റഷീദ്, ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PH ഹാരിഷ്, CP കബീർ, ബാബു KK, ഉനൈസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പാലാ ചേർപ്പൊങ്കലിലെ ഫാൽക്കൺ എന്ന സ്ഥാപനം കോടികൾ തട്ടിയെടുത്തതായി പരാതി. സ്ഥാപനത്തിനെതിരെ പണം നഷ്ടപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. 100ഓളം പേർ തട്ടിപ്പിനിരയായതായാണ് സൂചന. യൂറോപ്യൻ രാജ്യങ്ങളിലെ കമ്പനികളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് ചേർപ്പൊങ്കലിലെ ഫാൽക്കൺ എന്ന സ്ഥാപനം പണം തട്ടിച്ചത്. വിവിധ രാജ്യങ്ങളിലെ കമ്പനികളിൽ 1.5 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന ജോലി 6 മാസത്തിനകം വാങ്ങി നൽകാമെന്നായിരുന്നു സ്ഥാപനം ഉറപ്പു നൽകിയത്. പ്രാരംഭ നടപടികൾക്കായി 6 ലക്ഷം രൂപ വരെയാണ് ഓരോരുത്തരിൽ നിന്നും വാങ്ങിയത്. 2023 പലരും സ്ഥാപനവുമായി ബന്ധപ്പെട്ടത്. എന്നാൽ ഇതുവരെയും ജോലി ലഭിച്ചില്ലെന്ന് പരാതിക്കാർ പറയുന്നു. പണം തിരികെ ആവശ്യപ്പെട്ട് ഫോണിൽ വിളിച്ചാൽ സ്ഥാപന ഉടമകളെ കിട്ടാതായതോടെ പണം നഷ്ടപ്പെട്ടവർ കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. 8 പേരാണ് സ്ഥാപന ഉടമകളായി പരിചയപ്പെടുത്തിയിരുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ട് കാര്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ലെന്ന് പരാതിക്കാരുടെ അഭിഭാഷകൻ ആനന്ദ് V. അയ്യർ പറയുന്നു. ഇങ്ങനെ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി കഴിയുമ്പോൾ, അവരെ പ്രഷറൈസ് ചെയ്ത് കഴിയുമ്പോഴും
ഇല്ലാത്ത കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കടമെടുത്തോ, ചിലർ ലോൺ എടുത്തവരുണ്ട്, ചിലർ സ്വർണം വിറ്റ് കാശ് എടുത്തവരുണ്ട്, പണയം വെച്ചവരുണ്ട്. ഇങ്ങനെയുള്ള പല രീതിയിലൂടെ പൈസ സമ്പാദിച്ച് ഇവരുടെ കൊണ്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇവർ വാങ്ങിക്കും. ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങിക്കും, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങിക്കും. പിന്നെ ഇതിനകത്ത് ബന്ധപ്പെട്ട് ഒരു ഡേറ്റ് പറയുകയാണ്, ഇത്ര ദിവസം ഇങ്ങനെ കയറി പോകാൻ പറ്റുമെന്ന് പറയുന്നത്. ഇത്ര ദിവസങ്ങളിൽ കയറി പോയതായിട്ട് ആരും കാണുന്നില്ല. അപ്പൊ മറുപടിയായിട്ട് അവിടെ എൻക്വയറി ചെല്ലുമ്പോൾ അല്ല ഇന്നാവും നാളെയാവും പല പല കാര്യങ്ങൾ പറഞ്ഞ് അവർ ഇവരെ റെഫ്യൂസ് ചെയ്യുന്നു. ഞാൻ വിളിച്ചോളാം എന്ന് പറയുന്നു. പിന്നീട് ഗത്യന്തരമില്ലാതെ ഇവരെ തിരിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ഇന്റിമിഡേഷൻ, വിരട്ടലാണെന്നല്ലോ അബ്യൂസീവ് ലാംഗ്വേജ് ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ വേറെ പല കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഇത് ഇവരുടെ ബേസിക് മോഡസ് ഓപ്പറാൻഡിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഫാൽക്കൺ HR ഇമിഗ്രേഷൻ എന്നുള്ളതിന്റെ ഒരു ബേസിക് മോഡസ് ഓപ്പറാൻഡിയാണ്. സംസ്ഥാനമൊട്ടാകെ 100ഓളം പേരാണ് തട്ടിപ്പിനിരയായത്. പരാതിയെ തുടർന്ന് സ്ഥാപന ഉടമസ്ഥരായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒരാൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയെന്നും മറ്റൊരാൾ ഇപ്പോഴും ഫോണിലൂടെ തട്ടിപ്പ് തുടരുകയാണെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. പിന്നെ നിലവിൽ ഞങ്ങൾ ഇത്രയും പേര് ഒത്തുകൂടാൻ കാരണം ഞങ്ങൾ ആദ്യം തൊട്ട് ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഇവർ ഞങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തരുന്നത് സിംഗിൾ ആയിട്ടായിരിക്കും. ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഡേയ്സ് കൊടുത്തു, ഒരു ഡേയിൽ പറഞ്ഞിട്ട് ഇന്ന ടൈം, ആ ടൈമിൽ ഇവർ വേറെ ആരെയും ബന്ധപ്പെടുത്തത്തില്ല. ലാസ്റ്റ് എല്ലാവരും വന്നു വെച്ചാൽ ആദ്യം ഒരു കേസ് ബന്ധപ്പെട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അതുവഴി കുറച്ച് ആൾക്കാരെ കിട്ടി. അങ്ങനെയാണ് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇതിൽ ഇത്രയും ആൾക്കാരുണ്ടെന്ന്. നിലവിൽ ഇനിയും മെമ്പേഴ്സ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ നിലവിൽ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ജാമ്യത്തിൽ ഇറങ്ങിയ വ്യക്തികൾ പോലും. വായ്പയെടുത്തും പണയം വെച്ചുമാണ് പലരും ഏജൻസിക്ക് പണം നൽകിയത്. വേറെ ജോലി കിട്ടിയവർ സ്ഥാപന ഉടമകളുടെ ഉറപ്പുകൊണ്ട് കിട്ടിയ ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. സ്ഥാപന ഉടമകളെ അറസ്റ്റ് ചെയ്യണമെന്നും നഷ്ടമായ തുക തിരികെ ലഭ്യമാക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്നും പരാതിക്കാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസം നാളെ. ധാരണപ്രകാരം കേരള കോൺഗ്രസ് MLA തോമസ് പീറ്ററിനാണ് ചെയർമാൻ സ്ഥാനം ലഭിക്കേണ്ടത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും രാജിവെക്കാൻ ഷാജു തുരുത്തൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നാളെ രാവിലെ 11-ന് ചർച്ചയ്ക്കെടുക്കും. UDFിലെ 9 കൗൺസിലർമാർ ഒപ്പിട്ട അവിശ്വാസ പ്രമേയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. കേരള കോൺഗ്രസ് MLA ധാരണാപ്രകാരം അവസാന ടൈമിൽ കൗൺസിലർ തോമസ് പീറ്ററിന് ചെയർമാൻ സ്ഥാനം ലഭിക്കേണ്ടതാണെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു. ധാരണാപ്രകാരമുള്ള കാലാവധി കഴിഞ്ഞെങ്കിലും ഷാജു തുരുത്തൻ രാജിവെച്ചിട്ടില്ല. ഇത് കേരള കോൺഗ്രസ് എമ്മിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. രാജിവെക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാജു തുരുത്തൻ. അദ്ദേഹത്തെ അനിയപ്പെടുത്താൻ പാർട്ടി നേതൃത്വം ഇടപെടുന്നു എന്നാണ് സൂചന. ഇതേസമയം ഇന്നലെ നടന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ LDFിലെ ബിജി ജോർജ് 17 വോട്ടുകൾക്ക് വിജയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലായിൽ ബാസ്കറ്റ്ബോൾ താരങ്ങളെ ആദരിച്ചു. നാഷണൽ ഗെയിംസിൽ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ പാലാ അൽഫോൻസ കോളേജിലെ താരങ്ങളെയാണ് ആദരിച്ചത്. കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ പാലാ അൽഫോൻസ കോളേജിലെ കൃഷ്ണപ്രിയ ശരത്, ചിന്നു കോശി, കോച്ച് മാർട്ടിൻ എന്നിവരെ പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന ചടങ്ങിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആദരിച്ചു. പാലയുടെ സംസ്കാരത്തിന്റെ ആത്മാവ് കായിക രംഗത്താണ് എന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. പാലായുടെ സംസ്കാരത്തിന്റെ ഒരു ആത്മാവ് തന്നെയാണ് ഇതുപോലുള്ള സ്പോർട്സ് ആൻഡ് ഗെയിംസ്. നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, പാല എന്നും അധികാരം മുതൽ അൽഫോൻസ കോളേജും സെൻറ് തോമസും എല്ലാം കീർത്തികേട്ട് നിൽക്കുന്നത് അതിൻ്റെ ഇതുപോലുള്ള സ്പോർട്സ് ആൻഡ് ഗെയിംസ് മേഖലയിലെ മികവ് കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് അൽഫോൻസ കോളേജും ഈ പാലാ പ്രദേശവും നമ്മളുടെ മുനിസിപ്പൽ സ്റ്റേഡിയവും ഒക്കെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതും ഇവിടെ നല്ല പന്തുകളിക്കാരുണ്ട്, ഓട്ടക്കാരുണ്ട്, ചാട്ടക്കാരുണ്ട്, നീന്തൽക്കാരുണ്ട് എന്നുള്ളതാണ്. സുരേഷ് മണ്ണർകാടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ക്ലബ് സെക്രട്ടറി ബിജു തെങ്ങുമ്പള്ളി, വൈസ് പ്രസിഡന്റ് സജി ജോർജ്, ഷാജൻ ആന്റണി, പി മനോജ്, KR സൂരജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാസ്കറ്റ്ബോൾ പഠിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾക്കായി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാലത്ത് സൗജന്യമായി ബാസ്കറ്റ്ബോൾ പരിശീലനം നടത്തി വരുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കായിക താരങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. പാലായിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ചലഞ്ചേഴ്സ് ബാസ്കറ്റ്ബോൾ ക്ലബ്ബാണ് ഇവർക്ക് വേണ്ട പരിശീലനം നൽകി വരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. ശബ്ദ ഹിയറിംഗ് എയ്ഡ് സെന്റർ പൊൻകുന്നം കോടതിപ്പടിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാജേഷ്, അഡ്വക്കേറ്റ് ഗിരീഷ് S നായർ, ജനപക്ഷ നേതാവ് PC ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. തുരുത്തി മർത്തമറിയം ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് വരിക്കപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. വൈകുന്നേരം 4:30 പത്താശ്ശേരി കുളങ്ങരയിലാണ് ഉദ്ഘാടനം. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ റോഡുകൾ നാടിന് സമർപ്പിക്കും. അറിയിപ്പ്
ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ ഫെബ്രുവരി 15-ന് രജിസ്ട്രേഷൻ ഡ്രൈവ് നടക്കും. വിവിധ സോഫ്റ്റ് സ്കില്ലുകളിലും കമ്പ്യൂട്ടറുകളിലും പരിശീലനം നൽകും. മാസം തോറും നടക്കുന്ന തൊഴിൽ മേളകളിലും പങ്കെടുക്കാം. 250 രൂപ അടച്ച് ഒറ്റത്തവണ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരത്തിന് www.employabilitycenterkottayam എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുകയോ 0481-256-3451 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. കോവിഡ് കാരണം വിദേശത്തു നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ കുടുംബശ്രീ അംഗങ്ങൾ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് 2 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പ്രവാസി ഭദ്രത വായ്പ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. നോർക്കയുമായി ചേർന്നാണ് കുടുംബശ്രീ പദ്ധതി നടപ്പാക്കുന്നത്. അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നവർ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ അല്ലെങ്കിൽ കുടുംബശ്രീ CDS ഓഫീസുമായി ബന്ധപ്പെടുക. വിവരങ്ങൾക്ക് ഫോൺ 0481-230-2049. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റാഗിംഗ് കേസ് ഗൗരവമായാണ് കാണുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ്. പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കും. കോട്ടയം ജില്ലാ പഞ്ചായത്തിന് പുതിയ സാരഥി. ഹേമലത പ്രേംസാഗർ പ്രസിഡന്റ്. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകുമെന്ന് ഹേമലത പ്രേംസാഗർ. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭ. വനമന്ത്രി AK ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർ. കർഷകരെയും കൃഷിയെയും രക്ഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം. പേവിഷ വിമുക്ത കേരളം പദ്ധതി കോട്ടയത്തേക്കും വെള്ളിയാഴ്ച ഉദ്ഘാടനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.